നമ്മുടെ കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇത് 5-ാം തവണയാണ് കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. അസുഖം വന്ന ശേഷമുള്ള ചികിത്സ മിക്കവരിലും അതിസങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അസുഖം വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടുക എന്നത് വലിയ റിസ്ക്കുള്ള വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു പൊന്നുമോൻ മരണപ്പെട്ടത്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക. ഇത് വന്നതിന് ശേഷം പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് നിപ്പ വൈറസ് ബാധയെ എങ്ങനെ പ്രതിരോധിക്കാം, നമ്മളെല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത്. നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് താഴെ വീണ് കിടക്കുന്ന അടക്ക, പുളി, കശുവണ്ടി തുടങ്ങിയവ ശേഖരിക്കുമ്പോൾ കൈയുറ ധരിക്കുക എന്നുള്ളത്. അതിനുശേഷം കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ വീണ് കിടക്കുന്ന അടക്ക, പുളി, കശുവണ്ടി തുടങ്ങിയവ ശേഖരിക്കുമ്പോൾ കയ്യുറ ധരിക്കുക. അത്ര പോരാ, കയ്യുറ ധരിച്ചാൽ മാത്രം പോരാ, അത് ശേഖരിച്ചതിന് ശേഷം കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകാൻ കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടിക്കുന്ന പാനീയങ്ങൾ, തെങ്ങ്, പന എന്നിവയിൽ തുറന്നു വെച്ച് ശേഖരിക്കുന്ന പാനീയങ്ങൾ കുടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷി മൃഗാദികളുടെ ശരീരസ്രവങ്ങൾ, വിസർജ്യം എന്നിവ കലരാത്ത രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളും കുടിവെള്ളവും നന്നായി അടച്ചു സൂക്ഷിക്കുക. ചില വീടുകളിലൊക്കെ കുടിക്കുന്ന വെള്ളം പുറത്തൊക്കെ തുറന്നു വെക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്മേലൊക്കെ പക്ഷികളൊക്കെ വന്നിരിക്കാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണ പദാർത്ഥങ്ങളും കുടിവെള്ളമൊക്കെ നന്നായി അടച്ച് സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്? പഴങ്ങൾ, പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ കടിയോ പോറലോ ഏറ്റ പഴങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല. നമ്മുടെ മക്കളെയൊക്കെ ഈ കാര്യം പറഞ്ഞ് പ്രത്യേകം ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ പല പഴങ്ങളും വീണ് കിടക്കുന്നതൊക്കെ കാണാൻ വളരെയേറെ സാധ്യത കൂടുതലുണ്ട്. കളിക്കാൻ പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ ഇതൊക്കെ കാണാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ കടിയോ പോറലോ ഏറ്റ പഴങ്ങൾ കഴിക്കാൻ പാടില്ല. ഇത് കഴിക്കുന്നതിലൂടെ രോഗബാധ, വൈറസ് ബാധ ഏൽക്കാൻ, ഈ നിപ്പ വൈറസ് ബാധ ഏൽക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. മാത്രമല്ല, താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വൈറസ് ബാധ ഏൽക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. നമുക്കറിയാം, 2 ദിവസം മുമ്പ് ഒരു പൊന്നുമോൻ മരണപ്പെട്ടത്. ഈ രോഗത്തിൽ അകപ്പെട്ടാൽ വീണ്ടും ആ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നത് വളരെ പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പഴങ്ങൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി കഴിവതും തൊലി കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പൊന്നുമക്കളോട് പറയുക, സ്കൂളിലേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന സമയത്തോ, ഇനി വീട്ടുമുറ്റത്ത് തന്നെ ആയാലും എന്തെങ്കിലും പഴമൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കരുത്. വല്ല പക്ഷികളുടെയോ ഒക്കെ വല്ല പോറലോ അല്ലെങ്കിൽ കടിയോ ഒക്കെ ഏറ്റ പഴങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിലൂടെ വൈറസ് ബാധ ഏൽക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, വാങ്ങിച്ച് കഴിക്കുന്ന പഴങ്ങളാണെങ്കിൽ പോലും നന്നായി കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് നിപ്പ വൈറസ് എന്ന് മനസ്സിലാക്കാം. നിപ്പ വൈറസ് ജീനസിലെ നിപ്പ വൈറസ് പാരാമിക്സോ വൈറിഡോ ഫാമിലിയിൽപ്പെട്ടതാണ്. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസാണ് നിപ്പ. വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ അല്ലെങ്കിൽ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാം. അതുപോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ് 4 മുതൽ 14 ദിവസം വരെയാണ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയാകാം.
അതേസമയം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം എന്നർത്ഥം. പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവുമൊക്കെയാണ് ലക്ഷണങ്ങൾ. അതുപോലെ ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ച മങ്ങ തുടങ്ങിയവയും ലക്ഷണങ്ങളാണ്. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാവാനും വലിയ സാധ്യതയാണുള്ളത്. വൈറസ് ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. രോഗം സംശയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആളുടെ തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം, രക്തം, മൂത്രം, തലച്ചോറിലെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ RT-PCR പരിശോധന വഴിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. ഇനി ഇതിന് എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? കൃത്യമായി മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും പുറത്തു പോകുന്നതാണ്, പല ആളുകളായിട്ട് ഇടപഴകുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹിക അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് 20 സെക്കൻഡ് സമയമെടുത്ത് നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. രോഗിയുമായി ചുരുങ്ങിയത് 1 മീറ്റർ എങ്കിലും ദൂരം പാലിക്കുകയും രോഗി കിടക്കുന്ന സ്ഥലത്ത് നിന്നും അകലം പാലിക്കുകയും ചെയ്യുക. ഏത് രോഗിയെ സന്ദർശിക്കുകയാണെങ്കിലും ഏത് രോഗിയുടെ അടുത്തോട്ട് പോവുകയാണെങ്കിലും കുറച്ച് അകലം പാലിച്ച് 1 മീറ്റർ എങ്കിലും അകലം പാലിച്ച് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്തെ അവസ്ഥയാണ് പറയുന്നത്. പലരും വിചാരിക്കുന്നുണ്ടാകും ഒരു രോഗിയുടെ അടുത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ കുറച്ച് അകലം പാലിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. അവരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ആളുകൾ മാസ്കൊക്കെ ധരിച്ച് നല്ല കരുതലോടുകൂടി ശ്രദ്ധിക്കുക. മാത്രമല്ല ഇടപഴകിയതിന് ശേഷം കൈയൊക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്തെ അവസ്ഥയാണ് പറയുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സമയത്തെ വൈറസ് ബാധ അത്രക്കും ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും പഴയതുപോലെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരിക എന്നത് വളരെയേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഈ നിപ്പ വൈറസ് ബാധയിൽ അകപ്പെട്ട ഈ ഒരു സമയത്തെ അവസ്ഥയാണ് പറയുന്നത്. ഈ ഒരു സമയത്ത് എടുക്കേണ്ട മുൻകരുതലുകൾ, ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരും ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. കരുത്തോടെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്.